എന്നെപ്പോലെ നോട്ട് അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ മറന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ഇനി നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു പ്ലാനർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു സബ്മിഷനും മറന്നു പോവില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പറോ അല്ലെങ്കിൽ MDF ബോർഡോ എടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതിനൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഡ്രോയിങ്സും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വീക്ക്ലി പ്ലാനറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാം. ഈ കളർ പേപ്പർ കയ്യിലില്ലെങ്കിൽ അവിടെയും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ കളർ പേപ്പറൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പ്രയോറിറ്റീസും റിമൈൻഡേഴ്സും ആ ഒരു ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനെ റീയൂസബിൾ ആക്കാൻ സാധിക്കുന്നത് ഈ ഒരു OHP ഷീറ്റ് കൊണ്ടാണ്. ഇനിയിപ്പോൾ OHP ഷീറ്റ് ഇല്ലാത്തവർക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്താലും മതി. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് വളരെ പ്ലെയിൻ ആയിപ്പോയി എന്ന് കരുതിയിട്ട് ഞാൻ 4 സൈഡിലും വാഷി ടാപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല, നമുക്കിതൊന്ന് വർക്കിംഗ് ആണെന്ന് നോക്കണ്ടേ. അതിന് നിങ്ങളുടെ കയ്യിലുള്ള പെർമനൻ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു മാർക്കർ എടുത്തിട്ട് ഇതേപോലെ എഴുതിയിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.